1961-ലും 62-ലും കേരളത്തിലെ സാഹിത്യലോകം, നാടകലോകം തോപ്പിൽ ഭാസിയുടെ മുടിയനായ പുത്രൻ ആസ്വദിക്കുകയായിരുന്നു. ലോമാധവൻ KPSCയിൽ നിന്നും വിട്ട് ഒരു പുതിയ നാടക സംഘടന ഉണ്ടാക്കി കൊല്ലത്തേക്ക് മാറാൻ തീരുമാനിച്ചു. കാളിദാസ കലാകേന്ദ്രം എന്നായിരുന്നു ആ സംഘടനയുടെ പേര്. അതിൽ ONV കുറുപ്പും ദേവരാജനും വൈക്കം ചന്ദ്രശേഖരൻ നായരും അനേകം പ്രതിഭകളും ചേർന്നു. അവർ പൊൻകുന്നം മർക്കിയുടെ അൾത്താര എന്ന നാടകമാണ് തിരഞ്ഞെടുത്തത്. അതിൽ ഓമാധവൻ, വിജയകുമാരി, നെല്ലിക്കോട് ഭാസ്കരൻ, SK കുറ്റിക്കാട് എന്നിവരൊക്കെ അഭിനയിച്ചിരുന്നു. ഇതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് നമ്മുടെ അഗസ്റ്റിൻ ജോസഫ് അങ്ങേരുടെ പുത്രൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുത്ത് റിഹേഴ്സൽ ക്യാമ്പിലേക്ക് അയച്ചു. ഇത് എൻ്റെ മകൻ സംഗീതം പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പാടുന്നുമുണ്ട്, കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവന് പറ്റുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ കൊടുത്താൽ അത് ഒരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. ONV കുറിപ്പ് എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്ത യേശുദാസ് ദേവരാജൻ ടീമിൻ്റെ ആദ്യത്തെ ഗാനമാണ് അത്തിക്കായകൾ. അത്തിക്കായകൾ പഴുത്തല്ലോ, ചെമ്മന്തിരി വല്ലി തളിർത്തല്ലോ. അത്തിക്കായകൾ പഴുത്തല്ലോ, ചെമ്മന്തിരി വല്ലി തളിർത്തല്ലോ. യെരൂശലേമിൻ കന്യകയാളേ, വരൂ വരൂ വീണ്ടും. യെരൂശലേമിൻ കന്യകയാളേ, വരൂ വരൂ വീണ്ടും. അത്തിക്കായകൾ പഴുത്തല്ലോ. മാതളമലരൻ മധുവിലുമേറെ മധുരം നിന്നനുരാഗം. മാതളമലരൻ മധുവിലുമേറെ മധുരം നിന്നനുരാഗം. ശാരോണിൻ പനിനീരിലുമേറെ പരിമളമാണോരധരം. ശാരോണിൻ പനിനീരിലുമേറെ പരിമളമാണോരധരം. അത്തിക്കായകൾ പഴുത്തല്ലോ, ചെമ്മന്തിരി വല്ലി തളിർത്തല്ലോ. യെരൂശലേമിൻ കന്യകയാളേ, വരൂ വരൂ വീണ്ടും. അത്തിക്കായകൾ പഴുത്തല്ലോ. താമരമൊട്ടുകളിണയായി വിരിയും കുളിരോലും നിന്മാറിൽ. തലചായ്ച്ചിന് ഞാൻ പകരം പുതിയൊരു പാട്ടിൻ സുരഭില മദ്യം. അത്തിക്കായകൾ പഴുത്തല്ലോ, ചെമ്മന്തിരി വല്ലി തളിർത്തല്ലോ. യെരൂശലേമിൻ കന്യകയാളേ, വരൂ വരൂ വീണ്ടും. അത്തിക്കായകൾ പഴുത്തല്ലോ.